കേരളത്തിൽ 5415 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 2023 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. നഗരമേഖലയിലുമുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ സബ് സെന്ററുകളുണ്ട്. പലപ്പോഴും ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ചിലപ്പോൾ തുറക്കും, ചിലപ്പോൾ തുറക്കത്തില്ല. നഗര മേഖലയിലാണെങ്കിൽ അവിടെ ഡോക്ടർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്ന് നഗരാരോഗ്യ കേന്ദ്രങ്ങളും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ഇവിടെ 2 മുതൽ ആണെന്ന് തോന്നുന്നല്ലേ, 2 മണി മുതലാണ്. അതായത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്, അവിടെ ഡോക്ടറുണ്ട്, നമുക്ക് അത്യാവശ്യം പരിശോധനകളൊക്കെ നടത്താൻ കഴിയും. ഇതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓടി ജില്ലാ ആശുപത്രിയിലേക്കോ ജനറൽ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ ഇനി മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കൊന്നും പോകണ്ട. ഇവിടെ ഒന്നാന്തരമായി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇത് കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കുകയാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തിലൂടെ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ആരോഗ്യം, സമൂഹത്തിന്റെ ആരോഗ്യം, സ്ത്രീകളുടെ ആരോഗ്യം നാടിന്റെ കരുത്ത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വീട്ടിൽ അമ്മയൊന്ന് ഡൗൺ ആയാൽ മക്കൾ ഡൗൺ ആവും, ഹസ്ബൻഡ് ചിലപ്പോൾ ഡൗൺ ആവും അല്ലേ. ചിലപ്പോൾ മക്കൾ പറയത്തില്ല, അമ്മയൊന്ന് പനിയായിട്ട് കിടന്നാൽ ചിലപ്പോൾ വീടിനാകെ ഒരു അനക്കമില്ലാതെ ഇരിക്കുന്നത് പോലെ തോന്നും എന്ന് പറയുന്നു. അപ്പോൾ ഊർജ്ജസ്വലമായി നമ്മുടെ കാര്യങ്ങൾ, അത് പ്രൊഫഷണൽ കാര്യങ്ങളാകട്ടെ അതോടൊപ്പം തന്നെ കുടുംബത്തിലെ കാര്യങ്ങളാകട്ടെ ഒക്കെ ചെയ്യുന്നതിനും ഇടപെടുന്നതിനും വേണ്ടി ഓരോ സ്ത്രീയും പ്രാപ്തമാകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പുരുഷന്മാർക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡയബറ്റിസ് ക്ലബ്ബുകൾ നമുക്കുണ്ട്. ഡയബറ്റിസ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള, പ്രമേഹ രോഗമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലബ്ബുകൾ. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു ലക്ഷ്യം തന്നെ അതാണ്, രോഗപ്രതിരോധമാണ്. അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കൂട്ടായ്മകളുണ്ട്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിഷയങ്ങൾ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല, സ്ത്രീ സംബന്ധമായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമല്ലോ. ആ പ്രശ്നങ്ങൾ നമുക്ക് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാം. അതിന് മെഡിക്കേഷൻ വേണ്ടതാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമോ ഡോക്ടേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ അഭിവാജ്യ ഘടകങ്ങളായിരിക്കുന്ന ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ക്ലിനിക്കുകൾ, അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പുകൾ, വിദഗ്ധ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനാണ് സ്ത്രീ ക്ലിനിക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി, നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഇപ്പോൾ 885 ആരോഗ്യ കേന്ദ്രങ്ങളിൽ 727 ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. അതിനു മുകളിൽ താലൂക്ക് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, അതിനു മുകളിൽ മെഡിക്കൽ കോളേജ്. ഈ ഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5415 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഗ്രാമീണ മേഖലയിൽ മാത്രം. അതുകൂടാതെ നഗരാരോഗ്യ കേന്ദ്രങ്ങളും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും, രോഗപ്രതിരോധം കൂടുതൽ ശക്തമാക്കും. ആരോഗ്യമുള്ള സമൂഹം, ആരോഗ്യമുള്ള വ്യക്തി, ആരോഗ്യമുള്ള സമൂഹം എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല. കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാരോടും സഹോദരങ്ങളോടും പെൺസുഹൃത്തുക്കളോടും നമ്മുടെ കുഞ്ഞുമക്കൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരും. ഈ മാറ്റം കേരളത്തിലെ സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുണപരമായിട്ടുള്ള മാറ്റമായിരിക്കും എന്നുള്ളത് കൂടി ഇവിടെ പറയട്ടെ. കഴിഞ്ഞ ദിവസം നമുക്ക് വിളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. കേരളത്തിലാണ് രാജ്യത്ത് വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് വിളർച്ചയുള്ളവർ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അമേരിക്കൻ ഐക്യനാടുകൾ ശിശുമരണ നിരക്ക് അവിടെ 5.6 ആണ്. നമ്മൾ ഈ 10 വർഷത്തിനുള്ളിൽ 2015-16 12 കേരളത്തിലെ ശിശുമരണ നിരക്ക്. അതായത് 1000 കുഞ്ഞുങ്ങളിൽ അവരിൽ 12 കുഞ്ഞുങ്ങൾ മരണമടയുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് 2021 ആയപ്പോഴേക്കും അത് 6 കുറഞ്ഞു. ഇപ്പോൾ 2025-24 23-24 വരെയുള്ള കണക്കിൽ നമ്മുടെ ശിശു മരണ നിരക്ക് 5 കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. നവജാത ശിശു മരണ നിരക്കും അതുപോലെ തന്നെയാണ്. അതും രാജ്യത്തെ ഏറ്റവും കുറവാണ്. ആ നിലയിൽ മികച്ച ആരോഗ്യ സൂചകങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ സംസ്ഥാനം എന്നുള്ള നിലയിൽ ഇത് നമ്മുടെ അടുത്ത ജനകീയമായിട്ടുള്ള ഇടപെടലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്.
അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അധ്വാനിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ടീം അംഗങ്ങളെയും, കാരണം ഈ ഒരു ആശയം അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് അഹോരാത്രമായി പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും, ഓരോരുത്തരോടും പ്രത്യേകമായിട്ടുള്ള ഹൃദയാഭിവാദ്യം അറിയിക്കുന്നു. ACS മുതൽ മുഴുവൻ ഓഫീസേഴ്സ്, ഇവിടെ SMD ഉണ്ട്, DHS ഉണ്ട്, അഡീഷണൽ ഡയറക്ടേഴ്സ് ഉണ്ട്, NHMൽ പ്രത്യേകമായിട്ട് ഇതിന് ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഓഫീസേഴ്സ് ഉണ്ട്. എല്ലാവരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട MLA, ഈ ഒരു വളരെ ഒരു ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നേതൃത്വവും അതിൽ നൽകിയതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ജനപ്രതിനിധികൾ, നമ്മുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇവിടെയുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായതിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ബിനു അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രാദേശികമായിട്ടുള്ള പിന്തുണകൾ നൽകിയതിലും നന്ദി അറിയിക്കുന്നു. ആൻഡ് വി ആർ so glad that Central Observer Shri Madan Mohan, he is here today. This is a historic event because when we consider women health, definitely this is a very important event, and we would like to thank you for your presence today here. നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കാം. അതോടൊപ്പം ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ കാര്യം നമ്മൾ പരമാവധി എല്ലാവരോടും പറയണം കേട്ടോ. നമുക്കറിയുന്ന എല്ലാ സ്ത്രീകളോടും പറഞ്ഞ് ഈ അവസരം ഉപയോഗിക്കാനായിട്ട് പറയണം. ഇപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടി കഴിയുമ്പോൾ ഒരു PH ആപ്പ് കൂടി ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ആപ്പ് ലോഞ്ച് ചെയ്താൽ ഇപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വന്ന് പരിശോധിക്കുന്നു, നമ്മളൊരു 3 മാസം കഴിഞ്ഞ് വന്ന് പരിശോധിക്കുന്നു, നമുക്കിടെ ഹെൽത്ത് പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന്, വിളർച്ച മാറിയിട്ടുണ്ടോ, BP എങ്ങനെയായിരുന്നു, ഷുഗർ എങ്ങനെയായിരുന്നു, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഹെൽത്ത് ഇതിൻ്റെ അവസാനഘട്ട പണിപ്പുരയിലാണ്. 2 ആഴ്ച കൂടി കഴിയുമ്പോൾ PH ആപ്പ് കൂടി ലോഞ്ച് ചെയ്യുന്നതോടുകൂടി തീർച്ചയായിട്ടും നമുക്ക് വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ഇതിൽ കൂടുതൽ മെച്ചപ്പെട്ട ഇടപെടൽ കൂടി നടത്താനായിട്ട് കഴിയുമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഹൃദയാഭിവാദ്യം അർപ്പിച്ച് ഔപചാരികമായി ഈ സ്ത്രീ ക്ലിനിക്കുകൾ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും സമർപ്പിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി.